ലോകകപ്പ് വിജയത്തിന്റെ മധുരം ജെമീമ റോഡ്രിഗസ് ആഘോഷിക്കുന്നുണ്ടാകാം. പക്ഷേ ആ വിജയത്തിലേക്കുള്ള നാൾവഴികൾ ഒരിക്കലും എളുപ്പമുള്ളതായിരുന്നില്ല. ടീമിന്റെ തുടർച്ചയായ തോൽവികളും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതിരുന്ന ജെമീമയുടെ ക്രിക്കറ്റ് കരിയറും വലിയ നിരാശയിലേക്ക് തള്ളിവിട്ട ദിനങ്ങൾ. എന്നാൽ ആ മുറിവുകൾക്ക് ആക്കം കൂട്ടിയത് അവരുടെ കുടുംബത്തെ വലയം ചെയ്ത കടുത്ത സൈബർ ആക്രമണങ്ങളും വ്യാജ ആരോപണങ്ങളുമായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ജെമീമ കടന്നുപോയത്. എന്നാൽ ഈ നാളുകളിലെല്ലാം താൻ അനുഭവിച്ച ദൈവിക പരിപാലനയുടെ വലിയ സാക്ഷ്യമാണ് ജെമീമ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരസ്യമായി സംസാരിക്കാൻ വിസമ്മതിച്ചിരുന്ന വിഷയങ്ങളെക്കുറിച്ച് പോലും ജെമീമ മനസ്സ് തുറന്നത്. ചെയ്യാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ തന്റെ മാതാപിതാക്കൾ വലിച്ചിഴക്കപ്പെട്ടതും അത് തന്നിലുളവാക്കിയ വേദനയെക്കുറിച്ചും ജെമീമ പങ്കുവച്ചു. തുടർന്ന് നടന്ന മത്സരങ്ങളിലെ പരാജയവും മോശം പ്രകടനവും സൈബർ ആക്രമണങ്ങളുടെ അതിരുകടന്ന വിചാരണകൾക്ക് ജെമീമയെയും കുടുംബത്തെയും ഇരകളാക്കിയ ദിനങ്ങൾ. എന്നാൽ 2025 ഒരു വഴിത്തിരിവായിരുന്നുവെന്ന് ജെമീമ അനുസ്മരിച്ചു. ദൈവം തന്നെ കൈപിടിച്ചുയർത്തി. എല്ലാ സഹനങ്ങൾക്കുമുള്ള പ്രതിഫലമായി ദൈവം നൽകിയതാണ് ലോകകപ്പിന്റെ വലിയ സന്തോഷമെന്ന് ജെമീമ വിശ്വസിക്കുന്നു. ശ്രീലങ്കയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരായ തകർച്ചയ്ക്ക് ശേഷവും ന്യൂസിലൻഡിനെതിരെ അർദ്ധ സെഞ്ചുറിയും ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ 127 റൺസും നേടി ജെമീമ ശക്തമായി തിരിച്ചുവന്നു. ഈശോയുടെ കരം തന്റെ മേൽ ഉണ്ടായിരുന്ന ദിനങ്ങളായിരുന്നു അവയെന്ന് ജെമീമ അഭിമാനത്തോടെ പങ്കുവച്ചു. പ്രതിസന്ധികളുടെ നടുവിൽ ജെമീമയും കുടുംബവും ഒരുമിച്ച് നിന്നു. തങ്ങളുടെ നിരപരാധിത്വത്തിൽ വിശ്വാസമുണ്ടായിരുന്ന അവർ മൗനം പാലിച്ചു. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിയാമായിരുന്നുവെന്നും ദൈവം ഞങ്ങളുടെ സാക്ഷിയായിരുന്നുവെന്നും ജെമീമ അഭിമുഖത്തിൽ പറഞ്ഞു. ഈശോ പഠിപ്പിച്ചതുപോലെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ അവർ തീരുമാനിച്ചു. ഒടുവിൽ ദൈവം എല്ലാം മാറ്റിമറിച്ചുവെന്നും ജെമീമ കൂട്ടിച്ചേർത്തു. കൃത്യം ഒരു വർഷത്തിനു ശേഷം ന്യൂസിലൻഡ് തോൽവിയും ഇന്ത്യ ലോകകപ്പ് വിജയവും നേടി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ വേദനയിലായിരുന്നു. എന്നാൽ ഈ വർഷം ദൈവം എന്നെ ഉയർത്തി. അപമാനിക്കപ്പെട്ടിടത്ത് ദൈവം ഇരട്ടി ബഹുമാനം നൽകി. ജെമീമ റോഡ്രിഗസ് എന്ന ഇന്ത്യയുടെ അഭിമാനപുത്രിയുടെ വാക്കുകൾ. ചോയ്സ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.